സമീർ, ഇതിൽ പലരും കരിയർമാരാവുന്നത് ഇവർ കുഴിക്കുന്ന കുഴിയിൽ പോയി കെണിയിൽ പോയി വീഴുന്നതാണ്. അല്ലെങ്കിൽ ഇവർ ഇത് ആദ്യഘട്ടത്തിൽ ഉപയോഗിക്കാൻ കൊടുത്ത് അഡിക്ഷൻ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം പണമില്ലാതെ വരുമ്പോൾ പലരെയും കരിയർമാരാക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഈ പല സംഭവങ്ങൾ നമ്മൾ കാണുന്നുമുണ്ട്. അതുകൊണ്ട് ഇവരൊക്കെ ഇവർ മാത്രമാണ് 100% കുറ്റക്കാർ എന്ന് പറയാനും കഴിയില്ല. സമീർ, ഈ പരിശോധനകൾ കൂടുതൽ ഇങ്ങനെ വ്യാപകമാകുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യത എക്സൈസ് സംഘമൊക്കെ കാണുന്നുണ്ടോ? അതിനൊരു റെമഡി കൂടി, ഈ പരിശോധന കൂടുതൽ വ്യാപകമാക്കണം, പക്ഷേ ഇത്തരത്തിൽ പോലീസിനെ കാണുമ്പോഴെടുത്ത് വിഴുങ്ങിക്കഴിഞ്ഞാൽ ആൾ പോവും, ആൾ തീർന്നു പോവും എന്ന ഒരു ബോധവൽക്കരണം എക്സൈസ് പ്ലാൻ ചെയ്യുന്നുണ്ടോ സമീർ? സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസും എക്സൈസും അത്തരത്തിലുള്ള ഒരു വിശദമായിട്ടുള്ള വ്യാപകമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ കൂടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഞ്ചാവും MDMA ഒക്കെ വളരെ സുലഭമായി ലഭ്യമാകുന്ന ഒരു കാലമാണ്. പലരും അതിൻ്റെ ഉപഭോക്താക്കളാണ്. അതുമാത്രമല്ല പലരും അതിൻ്റെ കരിയർമാരുമാണ്. കുറഞ്ഞ സമയത്തിനകം വലിയ തുക സമ്പാദിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗ്രാമിന് 4000 രൂപ വരെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന് മാത്രം 1.5 കിലോയോളം MDMA മാത്രം പിടിച്ചിട്ടുണ്ട്. മാത്രമല്ല വലിയ അളവിൽ കഞ്ചാവും പിടിച്ചിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസ് അതുപോലെ തന്നെ എക്സൈസിൻ്റെ ഒക്കെ പരിശോധന ഉണ്ട് എന്നറിയുമ്പോൾ അത് പലരിടങ്ങളിലും മാറ്റിവെക്കും, പലരെയും അത് കരിയർമാരായിട്ട് ഉപയോഗിക്കും ഒക്കെ ചെയ്യും. പക്ഷേ അതിനിടയിലാണ് ഇത്തരം സംഭവങ്ങൾ കൂടി ഉണ്ടാകുന്നത്. പോലീസിൻ്റെ കയ്യിൽ അകപ്പെടുന്നതോടുകൂടെ അത് തൊണ്ടി മുതലായി അത് അവശേഷിച്ച് കഴിഞ്ഞാൽ പിടിക്കപ്പെടും, കൂടുതൽ ശിക്ഷാ നടപടിയിലേക്ക് നീങ്ങും എന്ന ഒരു തോന്നൽ വരുമ്പോഴാണ് അത് വിഴുങ്ങുകയും മറ്റു തലങ്ങളിലൊക്കെ അത് നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. വലിച്ചെറിയാം, പക്ഷേ അതിൽ കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇത് വിഴുങ്ങുകയാണ്. ആ വിഴുങ്ങിയതാണ് ഇത്തരം ഒരു സംഭവത്തിലേക്ക് ഇടയാക്കുകയും ചെയ്തിരിക്കുന്നത്. അത് ഈ ഒരു മരണത്തിൻ്റെ കൂടെ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഭാഗത്തുനിന്ന് അത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള, അല്ലെങ്കിൽ ഇത് വിഴുങ്ങുന്നത് മൂലമുണ്ടാകുന്ന വലിയ പ്രത്യാഘാതങ്ങൾ സംബന്ധിച്ച് മരണം വരെ സംഭവിക്കും, അതിൻ്റെ ഒരു ഉദാഹരണം കൂടി മുന്നിൽ ഉണ്ടാകുന്നു. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പ്രതിപാദിച്ചുകൊണ്ടുള്ള വിശദമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും ഇപ്പോൾ അതിദാരുണമായ ഒരു സംഭവം, ഒപ്പം തന്നെ ഏറെ ആശങ്കപ്പെടുന്ന ഒരു സംഭവം കൂടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ വിഷയത്തിൽ താമരശ്ശേരി പോലീസും അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരും തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് മൃതദേഹമുള്ളത്. വൈകാതെ തന്നെ മോർച്ചറിയിലേക്ക് മാറ്റും. അവിടെ വെച്ചുകൊണ്ട് അതിൻ്റെ തുടർ നടപടികൾ, പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതിൽ നിന്ന് ഒരു കൂടുതലായിട്ടുള്ള ഒരു സ്ഥിരീകരണം, ഈ MDMA പൊട്ടിയാണ് യുവാവിൻ്റെ ദാരുണമായിട്ടുള്ള മരണം സംഭവിച്ചത് എന്ന് പോലീസും അതുപോലെ തന്നെ ആശുപത്രി അധികൃതരും പറയുന്നുണ്ട്. അതിൻ്റെ ഒരു സ്ഥിരീകരണം കൂടി ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാകും. 27കാരനായിട്ടുള്ള ഷാനിദ് എന്ന യുവാവാണ് ഇത്തരത്തിൽ മരണപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മറ്റ് കേസുകളൊന്നും കാര്യമായി ഈ യുവാവിൻ്റെ എതിരെ ഇല്ല. ഇതിൻ്റെ പശ്ചാത്തലമൊന്നും അത്ര ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള യുവാവൊന്നുമല്ല 27കാരനായിട്ടുള്ള ഷാനിദ്. പക്ഷേ ഈ MDMA വല്ലാതെ വ്യാപകമാവുന്ന കാലമാണ്. പോലീസ് ഇപ്പോൾ ഈ പറയുന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസ് പരിശോധന കൂടുതൽ കർക്കശമാക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ഒരുപാട് MDMA ലഹരിയും ഒക്കെ പിടിക്കുന്നുമുണ്ട്. അപ്പോൾ നേരത്തെ ഈ പരിശോധന ആയിക്കൂടായിരുന്നോ എന്നൊരു ചോദ്യം അവിടെ പ്രസക്തമായി നിൽക്കുമ്പോഴും ബെറ്റർ ദാൻ ലേറ്റ് എന്ന് പറയുന്നത് മട്ടിൽ ഈ സമയത്താണെങ്കിൽ ഈ സമയത്തെങ്കിലും പരിശോധന കൂടുതൽ ശക്തമാവും, നല്ല കാര്യം. പക്ഷേ അതിനിടയിൽ ഇങ്ങനെ ചില റിസ്ക് കൂടിയുണ്ട് എന്ന് പറഞ്ഞാൽ MDMA അത്രയും വ്യാപകമാകുന്ന സമയത്ത് പോലീസിനെ കണ്ടാൽ എടുത്ത് വിഴുങ്ങുകയും ആൾ മരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ദൗർഭാഗ്യകരമാണ്. കേമാനണി, തീർച്ചയായിട്ടും അതെ. ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇതിനകത്തുള്ള റിസ്ക് എലമെന്റ് ആണ്. കാരണം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് മാനസികമായിട്ടുള്ള ഒരു മാനസികമായി പെർവേർട്ടഡ് ആണ്, അല്ലെങ്കിൽ കുറച്ച് വീക്കായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അവർക്ക് എല്ലാത്തിനെയും അതിജീവിക്കാനോ അല്ലെങ്കിൽ തരണം ചെയ്യാനോ ഉള്ള ഒരു ധൈര്യമോ അതിനുള്ള ഒരു കോൺഫിഡൻസോ ഇല്ല. മയക്കുമരുന്ന് നൽകുന്ന ആ ഒരു ധൈര്യവും വിശ്വാസവുമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. ഇപ്പൊ ഈ ഡ്രൈവ് നടത്താനായിട്ട് നമ്മൾ വൈകി എന്നുള്ളത് പറയുന്നത് അർത്ഥമില്ല. കാരണം മറ്റൊന്നുമല്ല, പോലീസ് ശക്തമായ രീതിയിൽ നീക്കങ്ങൾ ആരംഭിച്ചപ്പോൾ അതിൻ്റെതായ ഫലങ്ങൾ പല സ്ഥലങ്ങളിലും കാണാനുണ്ട്. അപ്പൊ അതനുസരിച്ചുള്ള വ്യത്യാസങ്ങളും വരും. ആകസ്മികമായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാം. അതിന് പോലീസിന്റെ ജോലിയിലെ റിസ്കിന്റെ ഒരു ഘടകം തന്നെയാണത്. അപ്പം അതിനെ നമ്മൾ ആ രീതിയിൽ തന്നെ കണ്ടാൽ മതിയാവും. പക്ഷേ മറ്റൊന്നാണ് നമ്മൾ എല്ലാവരും ഇതിനായി ഒന്നായി ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ള ഒരു വലിയ ശുഭ സൂചകമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. വളരെ ആശ്വാസം നൽകുന്നതാണ്. തീർച്ചയായിട്ടും ഈ ഡ്രൈവുകൾ MDMAക്കോ അല്ലെങ്കിൽ മയക്കുമരുന്നിനോ കഞ്ചാവിനോ എതിരായിട്ടുള്ള ശക്തമായ നീക്കം പോലീസും എക്സൈസും പൊതുജനവും മാധ്യമങ്ങളും ഒരുമിച്ച് മുന്നോട്ട് പോയാൽ ഇതിനെ ഇവിടെ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റും എന്നുള്ളത് പൂർണ്ണമായ ബോധ്യമാണ്
ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് കരുതി ഒരു യുവാവ് അങ്ങനെ MDMA അല്ലെങ്കിൽ മയക്കുമരുന്നോ കഴിച്ചു, അതിങ്ങനെ ഒരു അപായം സംഭവിച്ചു എന്നുള്ളതിന്റെ പേരിൽ നമ്മൾ ഇതുമായിട്ട് ഒന്നും പിന്നോട്ട് പോകേണ്ട കാര്യമില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്നുള്ളത് തന്നെയാണ് നമുക്ക് കണക്ക് കൂട്ടേണ്ടത്. ഇതിനകത്ത് റിസ്ക് ഉണ്ട് ഈ പോകുന്ന കാര്യങ്ങളിൽ. അതിനേക്കാൾ ഉപരി നമുക്ക് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ യുവാക്കളെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. ഉറപ്പായും അതിൽ റിസ്ക് ഉണ്ട്. പക്ഷേ ആ റിസ്ക് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഡ്രൈവിൽ നിന്ന് പിന്നോട്ട് പോകാൻ ആരെയും പ്രേരിപ്പിക്കേണ്ടതില്ല. ഇത് പക്ഷേ ദൗർഭാഗ്യമാണ്. ഒരു മുൻകരുതൽ വേണം എന്നുള്ളതേ ഉള്ളൂ. കോഴിക്കോട് മൈക്കാവ് സ്വദേശി ഷാനദാണ് പോലീസിനെ കണ്ടപ്പോൾ MDMA പാക്കറ്റ് വിഴുങ്ങുകയും മരിക്കുകയും ചെയ്തത്.